ഹലോ! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ട്രൈ മീൻസ് തയ്ച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കത്രികയുടെ ഒരു മൂർച്ച ഞാൻ നേരത്തെയും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല മൂർച്ചയായതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് വെട്ടിയെടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ട്. സ്കേർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലൈനിങ്ങാണ് എന്താണ് ഒരു ലൈറ്റ് ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡ് വന്നേക്കുന്നത്. രണ്ടിനും ഒരേ ലൈനിങ് തന്നെയാണ് വെച്ചേക്കുന്നത്. നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണല്ലോ എല്ലാം തയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് അവിടെ വയ്ക്കാൻ മാത്രമുള്ളൊരു എന്താണ് ലൈനിങ് പറയും നമ്മുടെ ബ്രൊക്കേഡ് വർക്ക് തുണി എന്തെന്ന് പറയുക, ആ ഒരു സാധനം എനിക്കെന്തായാലും അത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിൽ അത് വെച്ച് നമ്മൾ തയ്ക്കും, ബാക്കിൽ നമ്മൾ സാറ്റിൻ മാത്രം വയ്ക്കും. അത് മതിയല്ലോ, വലിയ വൃത്തികേടൊന്നും ഉണ്ടാവില്ല. പണ്ടൊക്കെ എങ്ങനെയായിരുന്നല്ലോ ബ്ലൗസ്, ഇപ്പോഴാണല്ലോ ഫുള്ള് ബ്രൊക്കേഡ് വെച്ചൊക്കെ തയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചാലാണ് നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് തയ്ക്കുമ്പോൾ ഏറ്റവും ദേഷ്യം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ അറ്റകുറ്റപ്പണികൾ വരുന്നതാണ്. അഴിച്ച് പറിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഇപ്പോൾ സാറ്റിനായതുകൊണ്ട് തന്നെ ഇത് വേഗം വേഗം ചുളുങ്ങി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തേച്ച് തേച്ച് കൊടുത്താണ് തയ്ച്ചെടുത്തത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. സ്കേർട്ടായിരുന്നു രണ്ടിൽ ഏറ്റവും എളുപ്പം തയ്ക്കാൻ സ്കേർട്ടായിരുന്നു. ബ്ലൗസ് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരിച്ചിരി പ്രശ്നമാണ്. എന്നാലും നമുക്ക് ആ ഒരു എന്താണ് സൈഡിൽ സിപ്പർ വെച്ച് കൊടുത്തത് കാരണം എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ ഇത്തവണ. കണ്ടോ, ബാക്കിൽ നമ്മൾ സിബ് വെച്ചില്ല. സാധാരണ എല്ലാ തവണയും ഞാൻ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഒരു ബാക്കിലായിരുന്നു ഈ സിബ് വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്തവണ ഞാൻ സൈഡിലാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനലായിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടാ, ഞാൻ മറ്റേ ഷാൾ പോലത്തെ സാധനമൊന്നും ഇട്ടില്ല കേട്ടോ. ഇട്ട് നോക്കിയായിരുന്നു. എനിക്കിതിന് കുറച്ച് തുണിയും കൂടെ മിച്ചമുണ്ടായിരുന്നു ഈ സ്കേർട്ടിൻ്റെ. അപ്പോൾ എനിക്കതാണ്ട് പുതപ്പ് വെച്ച് നിൽക്കുന്ന പോലെ തോന്നിയത് കാരണം ഞാൻ പിന്നെ അതങ്ങ് സ്കിപ്പ് ചെയ്തു. ഇത് വെച്ച് ഇങ്ങനെ ഇട്ടാലും വലിയ കുഴപ്പമില്ലയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.